സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നും ഞാൻ പറയാൻ പോകുന്ന പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസ് തന്നെയാണ്. അപ്പോൾ അതാവുമ്പോൾ അതായത് സിമ്പിൾ പാസ്റ്റും സിമ്പിൾ ഫ്യൂച്ചറും സിമ്പിൾ പ്രസൻറ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ ഏകദേശം ഒരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നും പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ഉപയോഗിച്ച് കുറച്ച് സെൻറ്റൻസുകൾ പറയാം. യുദ്ധം ചെയ്യുന്നു. ഐ ഫൈറ്റ് വിത്ത് ദം. ഞാൻ അവരുമായി യുദ്ധം ചെയ്യുന്നു. ഐ ഫൈറ്റ് വിത്ത് ദം. ഞാൻ അവരുമായി യുദ്ധം ചെയ്യുന്നു. ഐ ഫൈറ്റ് വിത്ത് ദം. ഞാൻ അവരുമായി യുദ്ധം ചെയ്യുന്നു. ഞാൻ അവരുമായി യുദ്ധം ചെയ്തു എന്നെങ്ങനെ പറയാ? ഐ ഫോട്ട് വിത്ത് ദം. ഞാൻ അവരുമായി യുദ്ധം ചെയ്തു. ഐ ഫോട്ട് വിത്ത് ദം. ഞാൻ അവരുമായി യുദ്ധം ചെയ്തു. ഐ ഫോട്ട് വിത്ത് ദം. ഞാൻ അവരുമായി യുദ്ധം ചെയ്തു. ഞാൻ അവരുമായി യുദ്ധം ചെയ്യുന്നെങ്ങനെ പറയാ? ഐ വിൽ ഫൈറ്റ് വിത്ത് ദം. ഞാൻ അവരുമായി യുദ്ധം ചെയ്യും. ഐ വിൽ ഫൈറ്റ് വിത്ത് ദം. ഞാൻ അവരുമായി യുദ്ധം ചെയ്യും. ഐ വിൽ ഫൈറ്റ് വിത്ത് ദം. ഞാൻ അവരുമായി യുദ്ധം ചെയ്യും. ഐ ഹൈഡ്. ഞാൻ മറയ്ക്കുന്നു. ഐ ഹൈഡ്. ഞാൻ മറയ്ക്കുന്നു. ഐ ഹൈഡ് എ ബുക്ക്. ഞാനൊരു ബുക്ക് മറയ്ക്കുന്നു. ഐ ഹൈഡ് എ ബുക്ക്. ഞാനൊരു ബുക്ക് മറയ്ക്കുന്നു. ഞാനൊരു ബുക്ക് മറച്ചു എന്നെങ്ങനെ പറയാ? ഐ ഹിഡ് എ ബുക്ക്. ഞാനൊരു ബുക്ക് മറച്ചു. ഐ ഹിഡ് എ ബുക്ക്. ഞാനൊരു ബുക്ക് മറച്ചു. ഐ ഹിഡ് പറഞ്ഞാൽ ഞാൻ മറച്ചു. അപ്പോൾ ഞാൻ മറയ്ക്കുന്ന എങ്ങനെ പറയാ? ഐ വിൽ ഹൈഡ്. ഞാൻ മറയ്ക്കും. ഐ വിൽ ഹൈഡ്. ഞാൻ മറയ്ക്കും. ഐ വിൽ ഹൈഡ്. ഞാൻ മറയ്ക്കും. ഐ ഹൈഡ് എന്ന് പറഞ്ഞാൽ മറയ്ക്കുന്നു. ഐ ഹിഡ് എന്ന് പറഞ്ഞാൽ മറച്ചു. ഐ വിൽ ഹൈഡ്. ഞാൻ മറയ്ക്കും. ഞാൻ വളരുന്നു എന്ന് എങ്ങനെ പറയാ? ഐ ഗ്രോ. ഞാൻ വളരുന്നു. ഐ ഗ്രോ. ഞാൻ വളരുന്നു. ഐ ഗ്രോ. ഞാൻ വളരുന്നു. ഞാൻ വളർന്നു എന്ന് എങ്ങനെ പറയാ? ഐ ഗ്രൂ. ഞാൻ വളർന്നു. ഐ ഗ്രൂ. ഞാൻ വളർന്നു. ഐ ഗ്രൂ. ഞാൻ വളർന്നു. ഞാൻ വളരും എന്നെങ്ങനെ പറയാ? ഐ വിൽ ഗ്രോ. ഞാൻ വളരും. ഐ വിൽ ഗ്രോ. ഞാൻ വളരും. ഐ വിൽ ഗ്രോ. ഞാൻ വളരും. എങ്ങനെ പറയാ? ഐ ഫ്രീസ്. ഞാൻ മരവിക്കുന്നു. ഐ ഫ്രീസ്. ഞാൻ മരവിക്കുന്നു. ഐ ഫ്രീസ്. ഞാൻ മരവിക്കുന്നു. ഞാൻ മരവിച്ചു എന്നെങ്ങനെ പറയാ? ഐ ഫ്രോസ്. ഞാൻ മരവിച്ചു. ഐ ഫ്രോസ്. ഞാൻ മരവിച്ചു. ഐ ഫ്രോസ്. ഞാൻ മരവിച്ചു. ഞാൻ മരവിക്കുന്ന എങ്ങനെ പറയാ? ഐ വിൽ ഫ്രീസ്. ഞാൻ മരവിക്കും. ഐ വിൽ ഫ്രീസ്. ഞാൻ മരവിക്കും. ഐ വിൽ ഫ്രീസ്. ഞാൻ മരവിക്കും. എങ്ങനെ പറയാ? ഐ ഫോർഗീവ്. ഞാൻ ക്ഷമിക്കുന്നു. ഐ ഫോർഗീവ്. ഞാൻ ക്ഷമിക്കുന്നു. ഐ ഫോർഗീവ്. ഞാൻ ക്ഷമിക്കുന്നു. ഞാൻ ക്ഷമിച്ചു എന്നെങ്ങനെ പറയാം? ക്ഷമിക്കുന്നു എന്നെങ്ങനെ പറയാ? ഐ ഫോർഗീവ്. ഞാൻ ക്ഷമിക്കുന്നു. ഐ ഫോർഗീവ്. ഞാൻ ക്ഷമിക്കുന്നു. ഐ ഫോർഗീവ്. ഞാൻ ക്ഷമിക്കുന്നു. ഞാൻ ക്ഷമിച്ചു എന്നെങ്ങനെ പറയാ? ഐ ഫോർഗേവ്. ഞാൻ ക്ഷമിച്ചു. ഐ ഫോർഗേവ്. ഞാൻ ക്ഷമിച്ചു. ക്ഷമിക്കുന്നു എന്നെങ്ങനെ പറയാ? ഐ ഫോർഗീവ്. ഞാൻ ക്ഷമിക്കുന്നു. ഐ ഫോർഗീവ്. ഞാൻ ക്ഷമിക്കുന്നു. ഐ ഫോർഗീവ്. ഞാൻ ക്ഷമിക്കുന്നു. ഞാൻ ക്ഷമിച്ചു എന്നെങ്ങനെ പറയാ? ഐ ഫോർഗേവ്. ഞാൻ ക്ഷമിച്ചു. ഐ ഫോർഗേവ്. ഞാൻ ക്ഷമിച്ചു. ഐ ഫോർഗേവ്. ഞാൻ ക്ഷമിച്ചു. ഞാൻ ക്ഷമിക്കും എങ്ങനെ പറയാ? ഐ വിൽ ഫോർഗീവ്. ഞാൻ ക്ഷമിക്കും. ഐ വിൽ ഫോർഗീവ്. ഞാൻ ക്ഷമിക്കും. ഐ വിൽ ഫോർഗീവ്. ഞാൻ ക്ഷമിക്കും. പിടിക്കുന്നു എന്നെങ്ങനെ പറയാ? ഐ ക്ലിങ്. ഞാൻ മുറുകെ പിടിക്കുന്നു. ഐ ക്ലിങ്. ഞാൻ മുറുകെ പിടിക്കുന്നു. ഐ ക്ലിങ്. ഞാൻ മുറുകെ പിടിക്കുന്നു. ഞാൻ മുറുകെ പിടിച്ചു എന്നെങ്ങനെ പറയാ? ഐ ക്ലങ്. ഞാൻ മുറുകെ പിടിച്ചു. ഐ ക്ലങ്. ഞാൻ മുറുകെ പിടിച്ചു. ഐ ക്ലങ്. ഞാൻ മുറുകെ പിടിച്ചു. ഞാൻ മുറുകെ പിടിക്കുന്ന എങ്ങനെ പറയാ? ഐ വിൽ ക്ലിങ്. ഞാൻ മുറുകെ പിടിക്കും. ഐ വിൽ ക്ലിങ്. ഞാൻ മുറുകെ പിടിക്കും. ഐ വിൽ ക്ലിങ്. ഞാൻ മുറുകെ പിടിക്കും. എങ്ങനെ പറയാ? ഐ ഫൈൻഡ്. ഞാൻ കണ്ടെത്തുന്നു. ഐ ഫൈൻഡ്. ഞാൻ കണ്ടെത്തുന്നു. ഐ ഫൈൻഡ്. ഞാൻ കണ്ടെത്തുന്നു. ഞാൻ കണ്ടെത്തി എന്നെങ്ങനെ പറയാ? ഐ ഫൗണ്ട്. ഞാൻ കണ്ടെത്തി.
ഐ ഫൗണ്ട് ഞാൻ കണ്ടെത്തി. ഐ ഫൗണ്ട് ഞാൻ കണ്ടെത്തി. ഞാൻ കണ്ടെത്തുന്നു എങ്ങനെ പറയാം? ഐ വിൽ ഫൗണ്ട്. എങ്ങനെ പറയാം? ഐ ഫൈൻഡ് ഞാൻ കണ്ടെത്തുന്നു. ഐ ഫൈൻഡ് ഞാൻ കണ്ടെത്തുന്നു. ഐ ഫൈൻഡ് ഞാൻ കണ്ടെത്തുന്നു. ഞാൻ കണ്ടെത്തി എന്നെങ്ങനെ പറയാം? ഐ ഫൗണ്ട് ഞാൻ കണ്ടെത്തി. ഐ ഫൗണ്ട് ഞാൻ കണ്ടെത്തി. ഐ ഫൗണ്ട് ഞാൻ കണ്ടെത്തി. ഞാൻ കണ്ടെത്തുന്നു എങ്ങനെ പറയാം? ഐ വിൽ ഫൈൻഡ് ഞാൻ കണ്ടെത്തും. ഐ വിൽ ഫൈൻഡ് ഞാൻ കണ്ടെത്തും. ഐ സ്വീപ്പ് ദ ഫ്ലോർ ഞാൻ തറ തൂത്തുവാരുന്നു. ഐ സ്വീപ്പ് ദ ഫ്ലോർ ഞാൻ ഫ്ലോർ വൃത്തിയാക്കുന്നു. ഐ സ്വീപ്പ് ദ ഫ്ലോർ ഞാൻ തറ തൂത്തുവാരുന്നു. ഐ സ്വീപ്പ് ദ ഫ്ലോർ ഞാൻ തറ തൂത്തുവാരുന്നു. ഞാൻ തറ തൂത്തുവാരി എന്നെങ്ങനെ പറയാ? ഐ സ്വീപ്പ് ദ ഫ്ലോർ ഞാൻ തറ തൂത്തുവാരി. ഐ സ്വീപ്പ് ദ ഫ്ലോർ. ഐ സ്വീപ്പ് ദ ഫ്ലോർ ഞാൻ തറ വൃത്തിയാക്കി. ഐ സ്വീപ്പ് ദ ഫ്ലോർ ഞാൻ തറ തൂത്തുവാരി. ഐ സ്വീപ്പ് ദ ഫ്ലോർ ഞാൻ തറ തൂത്തുവാരി. അപ്പം ഞാൻ തറ തൂത്തുവാരും എന്നെങ്ങനെ പറയാം? ഐ വിൽ സ്വീപ്പ് ദ ഫ്ലോർ ഞാൻ തറ വൃത്തിയാക്കും. ഐ വിൽ സ്വീപ്പ് ദ ഫ്ലോർ ഞാൻ തറ തൂത്തുവാരും. ഐ വിൽ സ്വീപ്പ് ദ ഫ്ലോർ ഞാൻ തറ തൂത്തുവാരും. ബിൻ മീ അവൻ എന്നെ ബന്ധിക്കുന്നു. ഹി ബിൻഡ് മീ അവൻ എന്നെ ബന്ധിക്കുന്നു. ഹി ബിൻ മീ അവൻ എന്നെ ബന്ധിക്കുന്നു. അവൻ എന്നെ ബന്ധിച്ചു എന്നെങ്ങനെ പറയാ? ഹി ബൗണ്ട് മീ അവൻ എന്നെ ബന്ധിച്ചു. ഹി ബൗണ്ട് മീ അവൻ എന്നെ ബന്ധിച്ചു. ഹി ബൗണ്ട് മീ അവൻ എന്നെ ബന്ധിച്ചു. അവൻ എന്നെ ബന്ധിക്കുന്നു എന്നെങ്ങനെ പറയാ? ഹി ബിൻ മീ അവൻ എന്നെ ബന്ധിക്കുന്നു. ഹി ബിൻഡ് മീ അവൻ എന്നെ ബന്ധിക്കുന്നു. ഹി ബിൻ മീ അവൻ എന്നെ ബന്ധിക്കുന്നു. അവൻ എന്നെ ബന്ധിച്ചു എന്നെങ്ങനെ പറയാ? ഹി ബൗണ്ട് മീ അവൻ എന്നെ ബന്ധിച്ചു. ഹി ബൗണ്ട് മീ അവൻ എന്നെ ബന്ധിച്ചു. ഹി ബൗണ്ട് മീ അവൻ എന്നെ ബന്ധിച്ചു. അവൻ എന്നെ ബന്ധിക്കും എങ്ങനെ പറയാ? ഹി വിൽ ബിൻ മീ അവൻ എന്നെ ബന്ധിക്കും. ഹി വിൽ ബിൻ മീ അവൻ എന്നെ ബന്ധിക്കും. ഹി വിൽ ബിൻ മീ അവൻ എന്നെ ബന്ധിക്കും. ദേ കൺഫ്യൂസ് മീ അവർ എന്നെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ദേ കൺഫ്യൂസ് മീ അവർ എന്നെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ദേ കൺഫ്യൂസ് മീ അവർ എന്നെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. അവർ എന്നെ ആശയക്കുഴപ്പത്തിലാക്കുന്നെങ്ങനെ ആക്കിയെന്നെങ്ങനെ പറയാ? ദേ കൺഫ്യൂസ്ഡ് മീ അവർ എന്നെ ആശയക്കുഴപ്പത്തിലാക്കി. ദേ കൺഫ്യൂസ്ഡ് മീ അവർ എന്നെ ആശയക്കുഴപ്പത്തിലാക്കി. ദേ കൺഫ്യൂസ്ഡ് മീ അവർ എന്നെ ആശയക്കുഴപ്പത്തിലാക്കി. അവർ എന്നെ ആശയക്കുഴപ്പത്തിലാക്കുന്നെങ്ങനെ പറയാ? ദേ വിൽ കൺഫ്യൂസ് മീ അവർ എന്നെ ആശയക്കുഴപ്പത്തിലാക്കും. ദേ വിൽ കൺഫ്യൂസ് മീ അവർ എന്നെ ആശയക്കുഴപ്പത്തിലാക്കും. ദേ വിൽ കൺഫ്യൂസ് മീ അവരെന്നെ ആശയക്കുഴപ്പത്തിലാക്കും. കൺഫേം ദാറ്റ് ഞാനത് സ്ഥിരീകരിക്കും. ഐ കൺഫേം ദാറ്റ് ഞാനത് സ്ഥിരീകരിക്കും. ഐ കൺഫേം ദാറ്റ് ഞാനത് സ്ഥിരീകരിക്കും. ഞാനത് സ്ഥിരീകരിച്ചു എന്നെങ്ങനെ പറയാം? ഐ കൺഫേംഡ് ദാറ്റ് ഞാനത് സ്ഥിരീകരിച്ചു. ഐ കൺഫേംഡ് ദാറ്റ് ഞാനത് സ്ഥിരീകരിച്ചു. ഐ കൺഫേംഡ് ദാറ്റ് ഞാനത് സ്ഥിരീകരിച്ചു. ഞാനത് സ്ഥിരീകരിക്കുന്ന എങ്ങനെ പറയാം? ഐ വിൽ കൺഫേം ദാറ്റ് ഞാനത് സ്ഥിരീകരിക്കും. ഐ വിൽ കൺഫേം ദാറ്റ് ഞാനത് സ്ഥിരീകരിക്കും. ഐ വിൽ കൺഫേം ദാറ്റ് ഞാനത് സ്ഥിരീകരിക്കും. ഐ കോംപ്രമൈസ് ദാറ്റ് ഞാനതിൽ വിട്ടുവീഴ്ച ചെയ്യുന്നു. ഐ കോംപ്രമൈസ് ദാറ്റ് ഞാനതിൽ വിട്ടുവീഴ്ച ചെയ്യുന്നു. ഐ കോംപ്രമൈസ് ദാറ്റ് ഞാനതിൽ വിട്ടുവീഴ്ച ചെയ്യുന്നു. ഞാനതിൽ വിട്ടുവീഴ്ച ചെയ്തു എന്നെങ്ങനെ പറയാം? ഐ കോംപ്രമൈസ്ഡ് ദാറ്റ് ഞാനതിൽ വിട്ടുവീഴ്ച ചെയ്തു. ഐ കോംപ്രമൈസ്ഡ് ദാറ്റ് ഞാനതിൽ വിട്ടുവീഴ്ച ചെയ്തു. ഐ കോംപ്രമൈസ്ഡ് ദാറ്റ് ഞാനതിൽ വിട്ടുവീഴ്ച ചെയ്തു. ഞാനതിൽ വിട്ടുവീഴ്ച ചെയ്യുന്നെങ്ങനെ പറയാം? ഐ വിൽ കോംപ്രമൈസ് ദാറ്റ് ഞാനതിൽ വിട്ടുവീഴ്ച ചെയ്യും.
ഐ വിൽ കോംപ്രമൈസ് ദാറ്റ്. ഞാൻ അതിൽ വിട്ടുവീഴ്ച ചെയ്യും. ഐ വിൽ കോംപ്രമൈസ് ദാറ്റ്. ഞാൻ അതിൽ വിട്ടുവീഴ്ച ചെയ്യും. അറൈവ് ഹിയർ. ഞാൻ ഇവിടെ എത്തുന്നു. ഐ അറൈവ് ഹിയർ. ഞാൻ ഇവിടെ എത്തുന്നു. ഐ അറൈവ് ഹിയർ. ഞാൻ ഇവിടെ എത്തുന്നു. ഞാൻ ഇവിടെ എത്തി എന്നെങ്ങനെ പറയാ? ഐ അറൈവ്ഡ് ഹിയർ. ഞാൻ ഇവിടെ എത്തി. ഐ അറൈവ്ഡ് ഹിയർ. ഞാൻ ഇവിടെ എത്തി. ഐ അറൈവ്ഡ് ഹിയർ. ഞാൻ ഇവിടെ എത്തി. ഞാൻ ഇവിടെ എത്തും എന്നെങ്ങനെ പറയാ? ഐ വിൽ അറൈവ് ഹിയർ. ഞാൻ ഇവിടെ എത്തും. ഐ വിൽ അറൈവ് ഹിയർ. ഞാൻ ഇവിടെ എത്തും. ഐ വിൽ അറൈവ് ഹിയർ. ഞാൻ ഇവിടെ എത്തും. തൃപ്തിപ്പെടുത്തുന്നു എന്നെങ്ങനെ പറയാം? ദേ സാറ്റിസ്ഫൈ മീ. അവരെന്നെ തൃപ്തിപ്പെടുത്തുന്നു. ദേ സാറ്റിസ്ഫൈ മീ. അവരെന്നെ തൃപ്തിപ്പെടുത്തുന്നു. ദേ സാറ്റിസ്ഫൈ മീ. അവരെന്നെ തൃപ്തിപ്പെടുത്തുന്നു. അവരെന്നെ തൃപ്തിപ്പെടുത്തി എന്നെങ്ങനെ പറയാ? ദേ സാറ്റിസ്ഫൈഡ് മീ. അവരെന്നെ തൃപ്തിപ്പെടുത്തി. ദേ സാറ്റിസ്ഫൈഡ് മീ. അവരെന്നെ തൃപ്തിപ്പെടുത്തി. ദേ സാറ്റിസ്ഫൈഡ് മീ. അവരെന്നെ തൃപ്തിപ്പെടുത്തി. അവരെന്നെ തൃപ്തിപ്പെടുത്തും എന്നെങ്ങനെ പറയാം? ദേ വിൽ സാറ്റിസ്ഫൈ മീ. അവരെന്നെ തൃപ്തിപ്പെടുത്തും. ദേ വിൽ സാറ്റിസ്ഫൈ മീ. അവരെന്നെ തൃപ്തിപ്പെടുത്തും. ദേ വിൽ സാറ്റിസ്ഫൈ മീ. അവരെന്നെ തൃപ്തിപ്പെടുത്തും. എന്നെങ്ങനെ പറയാം? ദേ ടേക്ക് ദ ബാൾ. അവർ പന്തെടുക്കുന്നു. ദേ ടേക്ക് ദ ബാൾ. അവർ പന്തെടുക്കുന്നു. ദേ ടേക്ക് ദ ബാൾ. അവർ പന്തെടുക്കുന്നു. അവർ പന്തെടുത്തു എന്നിങ്ങനെ പറയാം? ദേ ടുക്ക് ദ ബാൾ. അവർ പന്തെടുത്തു. ദേ ടുക്ക് ദ ബാൾ. അവർ പന്തെടുത്തു. ദേ ടുക്ക് ദ ബാൾ. അവർ പന്തെടുത്തു. അവർ പന്തെടുക്കുന്നു എന്നെങ്ങനെ പറയാം? ദേ ടേക്ക് ദ ബാൾ. അവർ പന്തെടുക്കുന്നു. ദേ ടേക്ക് ദ ബാൾ. അവർ പന്തെടുക്കുന്നു. ദേ ടേക്ക് ദ ബാൾ. അവർ പന്തെടുക്കുന്നു. അവർ പന്തെടുത്തു എന്നെങ്ങനെ പറയാം? ദേ ടുക്ക് ദ ബാൾ. അവർ പന്തെടുത്തു. ദേ ടുക്ക് ദ ബാൾ. അവർ പന്തെടുത്തു. ദേ ടുക്ക് ദ ബാൾ. അവർ പന്തെടുത്തു. അവർ പന്തെടുക്കുന്നു എങ്ങനെ പറയാ? ദേ വിൽ ടേക്ക് ദ ബാൾ. അവർ പന്തെടുക്കും. ദേ വിൽ ടേക്ക് ദ ബാൾ. അവർ പന്തെടുക്കും. ദേ വിൽ ടേക്ക് ദ ബാൾ. അവർ പന്തെടുക്കും. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു എന്നെങ്ങനെ പറയാം? ഐ യൂസ് കമ്പ്യൂട്ടർ. ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. ഐ യൂസ് കമ്പ്യൂട്ടർ. ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. ഐ യൂസ് കമ്പ്യൂട്ടർ. ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ചു എന്നെങ്ങനെ പറയാം? ഐ യൂസ്ഡ് കമ്പ്യൂട്ടർ. ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ചു. ഐ യൂസ്ഡ് കമ്പ്യൂട്ടർ. ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ചു. ഐ യൂസ്ഡ് കമ്പ്യൂട്ടർ. ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ചു. ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു എങ്ങനെ പറയാം? ഐ വിൽ യൂസ് കമ്പ്യൂട്ടർ. ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കും. ഐ വിൽ യൂസ് കമ്പ്യൂട്ടർ. ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കും. ഐ വിൽ യൂസ് കമ്പ്യൂട്ടർ. ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കും. കളിക്കാൻ തുടങ്ങുന്നു എന്നെങ്ങനെ പറയാം? ദേ സ്റ്റാർട്ട് പ്ലേ. അവർ കളിക്കാൻ തുടങ്ങുന്നു. ദേ സ്റ്റാർട്ട് പ്ലേ. അവർ കളിക്കാൻ തുടങ്ങുന്നു. ദേ സ്റ്റാർട്ട് പ്ലേ. അവർ കളിക്കാൻ തുടങ്ങുന്നു. അവർ കളിക്കാൻ തുടങ്ങി എന്നെങ്ങനെ പറയാം? ദേ സ്റ്റാർട്ടഡ് പ്ലേ. അവർ കളിക്കാൻ തുടങ്ങി. ദേ സ്റ്റാർട്ടഡ് പ്ലേ. അവർ കളിക്കാൻ തുടങ്ങി. ദേ സ്റ്റാർട്ടഡ് പ്ലേ. അവർ കളിക്കാൻ തുടങ്ങി. അവർ കളിക്കാൻ തുടങ്ങും എന്നെങ്ങനെ പറയാം? ദേ വിൽ സ്റ്റാർട്ട് പ്ലേ. അവർ കളിക്കാൻ തുടങ്ങും. ദേ വിൽ സ്റ്റാർട്ട് പ്ലേ. അവർ കളിക്കാൻ തുടങ്ങും. ദേ വിൽ സ്റ്റാർട്ട് പ്ലേ. അവർ കളിക്കാൻ തുടങ്ങും. അവർ രുചിക്കുന്നു എന്നിങ്ങനെ പറയാം? ദേ ടേസ്റ്റ് പിക്കിൾ. അവർ അച്ചാർ രുചിക്കുന്നു. ദേ ടേസ്റ്റ് പിക്കിൾ. അവർ അച്ചാർ രുചിക്കുന്നു. ദേ ടേസ്റ്റ് പിക്കിൾ. അവർ അച്ചാർ രുചിക്കുന്നു. അവർ ടേസ്റ്റ് പിക്കിൾ. അവർ അച്ചാർ രുചിക്കുന്നു. ദേ ടേസ്റ്റ് പിക്കിൾ. അവർ അച്ചാർ രുചിക്കുന്നു. ദേ ടേസ്റ്റ് പിക്കിൾ. അവർ അച്ചാർ രുചിക്കുന്നു. അവർ അച്ചാർ രുചിച്ചു എന്നെങ്ങനെ പറയാം? ദേ ടേസ്റ്റഡ് പിക്കിൾ. അവർ അച്ചാർ രുചിച്ചു. ദേ ടേസ്റ്റഡ്
പിക്കിൾ അവർ അച്ചാർ രുചിച്ചു. ദേ ടേസ്റ്റഡ് പിക്കിൾ അവർ അച്ചാർ രുചിച്ചു. അവർ അച്ചാർ രുചിക്കും എങ്ങനെ പറയാ? ദേ വിൽ ടേസ്റ്റ് പിക്കിൾ അവർ അച്ചാർ രുചിക്കും. ദേ വിൽ ടേസ്റ്റ് പിക്കിൾ അവർ അച്ചാർ രുചിക്കും. ദേ വിൽ ടേസ്റ്റ് പിക്കിൾ അവർ അച്ചാർ രുചിക്കും. നശിപ്പിക്കുന്നു എങ്ങനെ പറയാ? ദേ സ്പോയിൽ ദാറ്റ് അവർ അത് നശിപ്പിക്കുന്നു. ദേ സ്പോയിൽ ദാറ്റ് അവർ അത് നശിപ്പിക്കുന്നു. ദേ സ്പോയിൽ ദാറ്റ് അവർ അത് നശിപ്പിക്കുന്നു. അവരത് നശിപ്പിച്ചു എന്നെങ്ങനെ പറയാ? ദേ സ്പോയിൽഡ് ദാറ്റ് അവരത് നശിപ്പിച്ചു. ദേ സ്പോയിൽഡ് ദാറ്റ് അവരത് നശിപ്പിച്ചു. ദേ സ്പോയിൽഡ് ദാറ്റ് അവരത് നശിപ്പിച്ചു. ദേ സ്പോയിൽ ദാറ്റ് അവരത് നശിപ്പിക്കുന്നു. ദേ സ്പോയിൽ ദാറ്റ് അവരത് നശിപ്പിക്കുന്നു. ദേ സ്പോയിൽ ദാറ്റ് അവരത് നശിപ്പിക്കുന്നു. അവരത് നശിപ്പിച്ചു എന്നെങ്ങനെ പറയാ? ദേ സ്പോയിൽഡ് ദാറ്റ് അവരത് നശിപ്പിച്ചു. ദേ സ്പോയിൽഡ് ദാറ്റ് അവരത് നശിപ്പിച്ചു. ദേ സ്പോയിൽഡ് ദാറ്റ് അവരത് നശിപ്പിച്ചു. അവരത് നശിപ്പിക്കുന്നു എങ്ങനെ പറയാ? ദേ വിൽ സ്പോയിൽ ദാറ്റ് അവരത് നശിപ്പിക്കും. ദേ വിൽ സ്പോയിൽ ദാറ്റ് അവരത് നശിപ്പിക്കും. ദേ വിൽ സ്പോയിൽ ദാറ്റ് അവരത് നശിപ്പിക്കും. അവർ അതിൽ ഏർപ്പെടുന്നു എന്നെങ്ങനെ പറയാ? ദേ എൻഗേജ് ദാറ്റ് അവർ അതിൽ ഏർപ്പെടുന്നു. ദേ എൻഗേജ് ദാറ്റ് അവർ അതിൽ ഏർപ്പെടുന്നു. ഐ എൻഗേജ് ദാറ്റ് ഞാനതിൽ ഏർപ്പെടുന്നു. ഐ എൻഗേജ് ദാറ്റ് ഞാനതിൽ ഏർപ്പെടുന്നു. ഞാനതിൽ ഏർപ്പെട്ടു എന്നെങ്ങനെ പറയാ? ഐ എൻഗേജ്ഡ് ദാറ്റ് ഞാനതിൽ ഏർപ്പെട്ടു. ഐ എൻഗേജ്ഡ് ദാറ്റ് ഞാനതിൽ ഏർപ്പെട്ടു. ഐ എൻഗേജ്ഡ് ദാറ്റ് ഞാനതിൽ ഏർപ്പെട്ടു. അവർ അതിൽ ഏർപ്പെട്ടു എന്നെങ്ങനെ പറയാ? ദേ എൻഗേജ്ഡ് ദാറ്റ് അവർ അതിൽ ഏർപ്പെട്ടു. ദേ എൻഗേജ്ഡ് ദാറ്റ് അവർ അതിൽ ഏർപ്പെട്ടു. അവരതിൽ ഏർപ്പെടും എന്നെങ്ങനെ പറയാ? ദേ വിൽ എൻഗേജ് ദാറ്റ് അവരതിൽ ഏർപ്പെടും. ദേ വിൽ എൻഗേജ് ദാറ്റ് അവർ അതിൽ ഏർപ്പെടും. ഞാനതിൽ ഏർപ്പെടും എന്നെങ്ങനെ പറയാ? ഐ വിൽ എൻഗേജ് ദാറ്റ് ഞാനതിൽ ഏർപ്പെടും. ഐ വിൽ എൻഗേജ് ദാറ്റ് ഞാനതിൽ ഏർപ്പെടും. സമ്പാദിക്കുന്നു എന്നെങ്ങനെ പറയാ? ഐ ഏൺ ദാറ്റ് ഞാനത് സമ്പാദിക്കുന്നു. ഐ ഏൺ ദാറ്റ് ഞാനത് സമ്പാദിക്കുന്നു. ഐ ഏൺ ദാറ്റ് ഞാനത് സമ്പാദിക്കുന്നു. ഞാനത് സമ്പാദിച്ചു എന്ന് എങ്ങനെ പറയാ? ഐ ഏൺഡ് ദാറ്റ് ഞാനത് സമ്പാദിച്ചു. ഐ ഏൺഡ് ദാറ്റ് ഞാനത് സമ്പാദിച്ചു. ഐ ഏൺഡ് ദാറ്റ് ഞാനത് സമ്പാദിച്ചു. ഞാനത് സമ്പാദിക്കും എങ്ങനെ പറയാ? ഐ വിൽ ഏൺ ദാറ്റ് ഞാനത് സമ്പാദിക്കും. ഐ വിൽ ഏൺ ദാറ്റ് ഞാനത് സമ്പാദിക്കും. ഐ വിൽ ഏൺ ദാറ്റ് ഞാനത് സമ്പാദിക്കും. അന്വേഷിക്കുന്നു എന്നെങ്ങനെ പറയാ? ഐ എൻക്വയർ ദാറ്റ് ഞാനത് അന്വേഷിക്കുന്നു. ഐ എൻക്വയർ ദാറ്റ് ഞാനത് അന്വേഷിക്കുന്നു. ഐ എൻക്വയർ ദാറ്റ് ഞാനത് അന്വേഷിക്കുന്നു. ഞാനത് എൻക്വയർഡ് ദാറ്റ് ഞാനത് അന്വേഷിച്ചു. ഐ എൻക്വയർഡ് ദാറ്റ് ഞാനത് അന്വേഷിച്ചു. ഐ എൻക്വയർഡ് ദാറ്റ് ഞാനത് അന്വേഷിച്ചു. ഞാനത് അന്വേഷിക്കും എങ്ങനെ പറയാം? ഐ വിൽ എൻക്വയർ ദാറ്റ് ഞാനത് അന്വേഷിക്കും. ഐ വിൽ എൻക്വയർ ദാറ്റ് ഞാനത് അന്വേഷിക്കും. ഐ വിൽ എൻക്വയർ ദാറ്റ് ഞാനത് അന്വേഷിക്കും. ഐ എലിജിബിൾ ദാറ്റ് ഞാനതിന് അർഹനാണ്. ഐ എലിജിബിൾ ദാറ്റ് ഞാനതിന് അർഹനാണ്. ഐ എലിജിബിൾ ദാറ്റ് ഞാനതിന് അർഹനാണ്. എലിജിബിൾഡ് ദാറ്റ് ഞാനതിന് അർഹനായി. ഐ എലിജിബിൾഡ് ദാറ്റ് ഞാനതിന് അർഹനായി. ഐ എലിജിബിൾ ദാറ്റ് ഐ എലിജിബിൾഡ് ദാറ്റ് ഞാനതിന് അർഹനായി. ഐ എലിജിബിൾഡ് ദാറ്റ് ഞാനതിന് അർഹനായി. ഐ എലിജിബിൾഡ് ദാറ്റ് ഞാനതിന് അർഹനായി. ഞാനതിന് അർഹനാകുന്ന എങ്ങനെ പറയാ? ഐ വിൽ എലിജിബിൾ ദാറ്റ് ഞാനതിന് അർഹനാകും. ഐ വിൽ എലിജിബിൾ ദാറ്റ് ഞാനതിന് അർഹനാകും.
ഐ വിൽ എലിജിബിൾ ദാറ്റ്, ഞാൻ അതിന് അർഹനാകും എന്നും പറയുന്ന പോലെ പറയുകയാണ്. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി എപ്പിസോഡ് കാണുക, അത് വീട്ടിലും ഫ്രണ്ട്സിനോടും യൂസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.